തകരുമ്പോൾ ശരണമേശുതാൻ. ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ. ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കിയിടും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കിയിടും. നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. എന്നെ നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. സോദരർ മുൻപാകെ നിന്ദിതനായിടിലും. സോദരർ മുൻപാകെ നിന്ദിതനായിടിലും. എബ്ബേസിൻ ദൈവം താൻ മാനിനെ തീർത്തിടും. എന്നെ എബ്ബേസിൻ ദൈവം താൻ മാനിനെ തീർത്തിടും. എന്നെ പകയ്ക്കുന്നോ കണ്ടു ലജിച്ചിടാൻ. എന്നെ പകയ്ക്കുന്നോ കണ്ടു ലജിച്ചിടാൻ. നന്മയ്ക്കായി എന്നിൽ താൻ അത്ഭുതം ചെയ്തിടും. നന്മയ്ക്കായി എന്നിൽ താൻ അത്ഭുതം ചെയ്തിടും. പൊട്ടക്കിണറതിൽ ഞാൻ തള്ളപ്പെട്ടിടിലും. പൊട്ടക്കിണറതിൽ ഞാൻ തള്ളപ്പെട്ടിടിലും. യോസേഫിൻ ദൈവം താൻ മാനിച്ചുയർത്തിയിടും. എന്നെ യോസേഫിൻ ദൈവം താൻ മാനിച്ചുയർത്തിയിടും. തീച്ചുള സിംഹക്കുഴി മധ്യനം വീണാലും. തീച്ചുള സിംഹക്കുഴി മധ്യനം വീണാലും. ദൈവം തൻ പൊൻകരത്താൽ എന്നെ വിടുവിച്ചിടും. ദൈവം തൻ പൊൻകരത്താൽ എന്നെ വിടുവിച്ചിടും. ആഴിതന്നാഴവും അഗ്നിതന്നാളവും. ആഴിതന്നാഴവും അഗ്നിതന്നാളവും എന്നെ നശിപ്പിക്കില്ല. യേശു എൻ ചാരയുണ്ട്. എന്നെ നശിപ്പിക്കില്ല. യേശു എൻ ചാരയുണ്ട്. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ. ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ. ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ ചിലർ വായിച്ചിട്ടുണ്ടാകും വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും എന്ന പേരിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു പുസ്തകമാണ്. വലിയൊരു ഗ്രന്ഥമാണ് യുദ്ധവും സമാധാനവും. അത് എഴുതിയത് റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയിയാണ്. ടോൾസ്റ്റോയി പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനാണ്. യുദ്ധവും സമാധാനം എന്നുള്ള കൃതിയിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് ചക്രവർത്തിയായ നെപ്പോളിയൻ റഷ്യയെ ആക്രമിച്ചു. നെപ്പോളിയൻ ജയിച്ച് വരികയാണ്. യൂറോപ്പിലെ സിംഹം എന്നാണ് നെപ്പോളിയൻ അറിയപ്പെടുന്നത്. അസാധ്യമെന്ന് പറയുന്നത് വിഡ്ഢികളുടെ നിഘണ്ടുവിലുള്ളൊരു വാക്കാണെന്ന്. ഇമ്പോസിബിലിറ്റി ഈസ് ദ വേർഡ് ദറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ്. ശക്തനും കരുത്തനുമാണ് നെപ്പോളിയൻ. രാജ്യങ്ങളെ കിടുകിട വിറപ്പിച്ചു. നെപ്പോളിയൻ്റെ ആക്രമണത്തിൻ്റെ തേരോട്ടത്തിൽ യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം നിലംപരിയായി.
റഷ്യയെ ആക്രമിക്കാൻ വരികയാണ്. സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. റഷ്യൻ സർവ്വസൈന്യാധിപനായ ജനറൽ കൂട്സോവ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥനാ മുറിയിൽ ചെന്നു മുട്ടുമടക്കി. അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, റഷ്യയെ രക്ഷിക്കണമേ. ഇതെങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ഭടനിതാ പാഞ്ഞു വരുന്നു. കൂട്സോവ് ചാടി എഴുന്നേറ്റു. എന്തുണ്ട് വിശേഷം? ഉടനെ ഭടൻ പറഞ്ഞു, നെപ്പോളിയൻ പിൻവാങ്ങിപ്പോയി. നെപ്പോളിയൻ തിരിച്ചുപോയി. ഓ എൻ്റെ ദൈവമേ, നീ ഞങ്ങളെ രക്ഷിച്ചല്ലോ. അദ്ദേഹം പിന്നെയും മുട്ടുമടക്കി. അദ്ദേഹം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ദൈവമേ, നീ ഞങ്ങളെ രക്ഷിച്ചല്ലോ, നീ റഷ്യയെയും രക്ഷിച്ചല്ലോ. ദൈവമേ, നിനക്ക് സ്തുതി. ജനറൽ കൂട്സോവ് പറഞ്ഞ വാക്കുകൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ യുദ്ധരംഗത്ത് അത്യുത്സുകനായി പ്രവർത്തിക്കേണ്ട സമയത്ത് നെപ്പോളിയൻ ആക്രമിച്ച് തിരത്തല്ലി കയറി വരുന്നതായ ഭീകരമായ തേരോട്ടത്തിൻ്റെ നാളുകളിൽ കൂട്സോവ് കർത്താവിൻ്റെ പാദത്തിൽ ഇരുന്നു പ്രാർത്ഥിച്ചു. നെപ്പോളിയൻ്റെ ആക്രമണത്തിൻ്റെ ഭീതിയിൽ റഷ്യ കിടകിട വിറയ്ക്കുമ്പോൾ റഷ്യൻ സർവ്വസൈന്യാധിപൻ യുദ്ധരംഗത്തേക്ക് പോകാതെ, യുദ്ധരംഗത്തെത്താതെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തു പ്രവർത്തിക്കാൻ, ഉയർന്നിൽ നിന്ന് കർത്താവായ യേശു കൈയെടുത്ത് കാര്യത്തിൽ പ്രവർത്തിക്കാൻ. ദൈവത്തിന് സ്തോത്രം. വളരെ ബന്ധപ്പാടുള്ള സമയം, വളരെ തിരക്ക് പിടിച്ച സമയം. അപ്പോഴാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആർക്കും മനസ്സിലാവില്ലത്, ഇതാർക്കും പിടികിട്ടുകയില്ല. ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് അത്രയും സമയം എടുക്കണമോ? ആ സമയത്ത് രംഗത്തേക്ക് ഓടി ചെല്ലുകയല്ലേ വേണ്ടത്? സൈന്യങ്ങൾക്കൊരു കരുത്ത് കൊടുക്കുകയല്ലേ വേണ്ടത്? ഭടന്മാർക്ക് ഒരു വീര്യം പകരുകയല്ലേ വേണ്ടത്? ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന മണ്ടത്തരമല്ലേ? പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ യുദ്ധരംഗത്ത് പോയാൽ പോരെ, ചിന്തിക്കാം. പക്ഷേ കൂട്സോവ് അത്രയും തിരക്ക് പിടിച്ച സമയത്ത് പ്രാർത്ഥനാ നിരതനായിരുന്നു. സഹോദരങ്ങളെ, പ്രസിഡന്റ് ഐസനോവർ അമേരിക്കയിലെ പ്രസിദ്ധനായ പ്രസിഡൻ്റായിരുന്നു. ഐസനോവർ വിഷമം പിടിച്ച ഏത് പ്രശ്നം വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പിൻഭാഗത്തുള്ള പ്രാർത്ഥനാ മുറിയിലേക്ക് കടക്കും. അവിടെ ഇരുന്ന് ഏങ്ങലടിച്ച് കരയും. അമേരിക്കൻ പ്രസിഡൻറ്റ്. ദൈവത്തിന് സ്തോത്രം. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വാഷിങ്ടൺ പ്രാർത്ഥനാനിരതനായി സമയം ചെലവഴിച്ച മനുഷ്യനാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ പ്രാർത്ഥനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയൊരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ തിരക്കുണ്ട്, വളരെ ജോലി തിരക്കുണ്ട്, വിശ്രമരഹിതമായ പ്രവർത്തനങ്ങളുണ്ട്. ഒരല്പം പോലും ഇളയ്ക്കാൻ സമയമില്ല, അല്പം പോലും മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. തീർച്ചയായും ജോലി തിരക്ക് ധാരാളമുണ്ട്. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാതപീഠത്തിലിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റുമോ? നിങ്ങളുടെ ഭാരമേറിയ ചുമടുകളും പേറിക്കൊണ്ട് യേശുവിൻ്റെ അരികിൽ ചെല്ലുവാൻ പറ്റുമോ? ഒട്ടേറെ ചുമടുകൾ, ഭാരമേറിയ ചുമടുകൾ നിങ്ങൾക്കുണ്ട്. മക്കളുടെ പ്രശ്നങ്ങൾ ഒരു വശത്ത്, ഭർത്താവിൻ്റെ വേദനകൾ വേറൊരു ഭാഗത്ത്, ഭർത്താവ് കടം കൊണ്ട് വലയുന്ന കാര്യങ്ങൾ വേറൊരു ഭാഗത്ത്, മരുമകളുടെ എതിർപ്പുകൾ വേറൊരു ഭാഗത്ത്, അമ്മായിയമ്മ നിരന്തരം പീഡിപ്പിക്കുന്നൊരു ഭാഗത്ത്, എൻ്റെ ദൈവമേ ജോലിസ്ഥലത്തെ വലിയ പ്രഷർ വേറൊരു ഭാഗത്ത്, ജോലി എത്ര ചെയ്താലും തീരുന്നില്ല വലിയ പ്രശ്നം, ജോലിസ്ഥലത്ത് മേലധികാരികൾ എപ്പോഴും ഞെരുക്കുന്നു, ആ പ്രശ്നം വേറൊരു ഭാഗത്ത്. ഇങ്ങനെ വലയുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നിലേക്ക് വലിയുവാൻ കഴിയാറുണ്ടോ? പിന്നിലേക്ക് വലിഞ്ഞ് പ്രാർത്ഥനയിൽ നിരതരാകാൻ കഴിയാറുണ്ടോ? പ്രാർത്ഥിച്ച് മുട്ടുമടക്കി ദൈവത്തിൽ നിന്ന് സഹായം നേടാൻ കഴിയാറുണ്ടോ? ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ നിങ്ങളുടെ സമയം ചെലവഴിക്കാൻ പറ്റാറുണ്ടോ? വിശ്രമിക്കുക, വിശ്രമം. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം നോക്കുന്നവർ വായിക്കാം. രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം അവളുടെ അമ്മാവിയമ്മയായ നൊവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടയോ? മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? നിനക്ക് നന്നായിരിക്കേണ്ടതിന്, നിനക്ക് നന്നായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മരുമോളെക്കുറിച്ചുള്ള അമ്മായിയമ്മയുടെ കരുതൽ. എപ്പോഴും അമ്മായിയമ്മ മരുമോളെ വിളിക്കുന്നത് മോളെ എന്നാണ്. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ, രൂത്തിൻ്റെ പുസ്തകത്തിൽ 4 അധ്യായം വായിച്ചാൽ എല്ലായിടത്തും കാണാം മോളെ മോളെ എന്നുള്ള അമ്മായിയമ്മയുടെ വിളി. ആ വിളിക്കൊണ്ടൊരു മാധുര്യം, അമ്മായിയമ്മയുടെ വിളിക്കൊണ്ട് ഒരു സുഖം.
അത് കേൾക്കുന്നത് തന്നെ ഒരാശ്വാസമാണ്. മോളേന്നേ വിളിക്കൂ, വിരോധത്തേന്ന് വിളിച്ചാൽ പോരെ, പേര് പറഞ്ഞ് വിളിച്ചാൽ പോരെ? ഇല്ല, മോളെ എന്നാണ് വിളിക്കുന്നത്. മോളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? മോളെ, നിനക്കൊരു നല്ല കാലം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ ഈ ജീവിതത്തിൻ്റെ യാതനാഭരിതമായ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ നിനക്കിറ്റ് ആശ്വാസം കിട്ടാൻ എന്ത് ചെയ്യാൻ എനിക്ക് കഴിയും? ഞാനത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? സഹോദരങ്ങളെ, ഇന്ന് അനേകം ആളുകളുടെയും ഹൃദയം ദുഃഖം കൊണ്ട് വിശ്രമരഹിതമായി അഴലുകയാണ്. ദുഃഖം കൊണ്ടുള്ളതായ അഴൽച്ചകളും ഉഴൽച്ചകളും ദുഃഖം കൊണ്ട് വലയുകയാണ്. പ്രശ്നങ്ങളിങ്ങനെ വന്ന് വീർപ്പ് മുട്ടിക്കുകയാണ്. ആവശ്യഭാരങ്ങൾ ഞെരുക്കുകയാണ്. മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ വയ്യാതെ വിഷമിക്കുകയാണ്. അധ്വാനമുണ്ട്, പക്ഷേ കരയേറ്റമില്ല. കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ മുന്നേറ്റം കിട്ടുന്നില്ല. എല്ലാ വാതിലും അടഞ്ഞു കാണുന്നു, മുന്നോട്ടുള്ള ഗതി അടഞ്ഞു കാണുന്നു, എല്ലാ വഴിയും മുട്ടിക്കാണുന്നു. എന്ത് ചെയ്യും? ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വായിച്ചു, ഭക്തനായ DL മൂടി പറഞ്ഞു, എനിക്ക് കഴിവില്ലാതിരിക്കുമ്പോഴും, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുമ്പോഴും, എനിക്ക് എഴുന്നേൽക്ക് നടക്കാൻ വയ്യാതിരിക്കുമ്പോഴും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോഴും, അപ്പോഴെല്ലാം ഞാൻ പരിഭ്രമിക്കുകയില്ല. ഐ ട്രസ്റ്റ്, ഞാൻ വിശ്വസിക്കുക മാത്രം ചെയ്യും. ഞാൻ വിശ്വസിക്കും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത സമയങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത സമയങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് ഒന്നും ചിന്തിക്കാൻ വയ്യാത്ത സമയങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ബുദ്ധി അഫലമായി എന്ന് തോന്നുന്ന സമയങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ ഞാൻ നിഷ്ക്രിയനായി പോയ സമയങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഐ ട്രസ്റ്റ് ഇൻ മൈ ലോർഡ്, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കും. ദൈവത്തിന് സ്തോത്രം. എത്ര വിശ്രമരഹിതമായ സമയങ്ങൾ വന്നാലും, ജോലി തിരക്കുള്ള സമയങ്ങൾ വന്നാലും, നിങ്ങൾക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാം. വിശ്വസിക്കുക, ആശ്രയിക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൽ ആശ്രയിക്കുക. കർത്താവിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, അതൊരു ഭാഗ്യമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയുന്നൊരു ഭാഗ്യമാണ്. ക്രിസ്തുവിൽ ആശ്രയിക്കാൻ കഴിയുന്നൊരു ഭാഗ്യമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൽ ആശ്രയിക്കുക. ദൈവത്തിന് സ്തോത്രം. അതങ്ങ് കണ്ണുമടച്ചങ്ങ് ആശ്രയിക്കുക. എൻ്റെ കാര്യം ഞാൻ ശക്തനായവനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ്, എൻ്റെ കാര്യം സർവ്വവല്ലഭനായവനെ പരമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ്, എൻ്റെ മക്കളുടെ കാര്യം ഞാൻ യേശുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഉറപ്പ്, എൻ്റെ ഭാവി കാര്യങ്ങൾ ഞാൻ യേശുവിനോട് പറഞ്ഞ് അക്കാര്യം അവിടെ പരമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ്. നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? എൻ്റെ കാര്യം യേശുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ പരമേൽപ്പിച്ച് എൻ്റെ ബേഡൻസ്, എൻ്റെ ചുമടുകളെല്ലാം അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് താങ്ങാൻ വയ്യാത്ത ചുമടുകളുണ്ട്, താങ്ങാൻ വയ്യാത്ത ഭാരങ്ങളുണ്ട്, എല്ലാം ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പറയാൻ പറ്റണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ പറയാൻ പറ്റിയാൽ രക്ഷയാണ്. അതൊരു ഭാഗ്യമാണ്. നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ ഭാരങ്ങൾ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വെച്ചതാണ്, ഒരിക്കൽ പരമേൽപ്പിച്ചതാണ്. ഇനി ഞാൻ ആ ചുമട് എടുക്കുകയില്ല. ഇനി ആ ചുമട് ഞാൻ തൊടുകയില്ല. അത് യേശു തൊട്ട് കഴിഞ്ഞു, ഇനി ഞാൻ തൊടുകയില്ല. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഇപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വിഷയങ്ങൾ, നിങ്ങളുടെ വേദനാ വിഷയങ്ങൾ, നിങ്ങളുടെ ആകുലങ്ങൾ, നിങ്ങളുടെ ആവലാതികൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ വിഷാദങ്ങൾ എല്ലാം കൊണ്ടുവന്ന് യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ഇനി പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരപ്പെടരുത്, അതിൽ കയറി തുടരുത്. അത് യേശുവിനെ ഏൽപ്പിച്ച് കഴിഞ്ഞ കാര്യമാണ്. യേശു ഏറ്റെടുത്തിൽ ഞാൻ കയറി പിടിക്കേണ്ട. യേശു ആ ചുമട് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് ഞാനും കൂടി ചെന്ന് പിടിച്ച് യേശുവിനെ ചുമക്കുന്നതിന് തടസ്സമുണ്ടാക്കേണ്ട. യേശു ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഞാൻ പിടിച്ചാൽ യേശുവിന് ഭാരമാകും. യേശു തനിയെ ചുമക്കാനാണ് എൻ്റെ അടുക്കലേക്ക് വന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് സ്നേഹിതരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരങ്ങൾ യേശുവിനെ ഏൽപ്പിക്കാൻ തോന്നുന്നുണ്ടോ? സകലവും ഏറ്റെടുക്കാൻ ഒരാളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഏറ്റെടുക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗീവ് യു റെസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. ഐ വിൽ ഗീവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സ്നേഹിതരെ, നിങ്ങൾ അനേകം പേര് അധ്വാനിക്കുന്നവരല്ലേ, കഷ്ടപ്പെടുന്നവരല്ലേ? എനിക്കറിയാം, നിങ്ങൾ അനേകം പേര് കഷ്ടപ്പെടുന്നവരാണ്. അനേകം പേര് ദുരിതപൂരിതമായ ജീവിതം നയിച്ച് വലയുന്നവരാണ്. നിങ്ങൾ വിശ്രമമില്ലാതെ അഴലുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. അധ്വാനിക്കുന്നവരാണ്. തന്നെയല്ല, താങ്ങാൻ വയ്യാത്ത ഭാരങ്ങൾ ചുമക്കുന്നവരാണ്. വലിയ ചുമടുകൾ ചുമക്കുന്നവരാണ്. ഭാരങ്ങൾ, ഹൃദയം നിറയെ ഭാരങ്ങൾ, ഹൃദയം നിറയെ ചുമടുകൾ. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം തരത്തിലുള്ളതായ ആകുലങ്ങളാണ് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം ആകുലങ്ങൾ. പലപ്പോഴും നിങ്ങൾ സ്തംഭിച്ച് ഇരുന്നു പോകുന്നു. എങ്ങനെ എൻ്റെ കർത്താവെ ഞാൻ എങ്ങനെ ജീവിക്കും
ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിലെ ഉപദ്രവങ്ങൾ, കുടുംബത്തിലെ സ്വൈരക്കേടുകൾ, ഭർത്താവിൻ്റെ കോപം, എൻ്റെ ദൈവമേ, ഭാര്യയുടെ പരാതികൾ, ഭാര്യയുടെ പരിദേവനങ്ങൾ, ഭാര്യയുടെ പരിഭവങ്ങൾ, എൻ്റെ കർത്താവേ, ഭർത്താവിൻ്റെ ശാപവാക്കുകൾ, എൻ്റെ ദൈവമേ, മക്കളുടെ തോന്നിയാസം പിടിച്ച ജീവിതങ്ങൾ, കൊഴുതാത്ത ജീവിതങ്ങൾ, അവർ മയക്കുമരുന്നിനും കഞ്ചാവിനും മദ്യത്തിനും അടിമകളായി അവരുടെ ഭാവി മുടിച്ചു കളയുന്നല്ലോ. അവർക്കത് മനസ്സിലാകുന്നുമില്ലല്ലോ. നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളേറെ, നിങ്ങളുടെ ശരീരത്തിലുള്ളതായ രോഗങ്ങൾ, നിങ്ങളുടെ ശരീരത്തിലുള്ളതായ ക്ലേശങ്ങൾ, നിങ്ങൾക്ക് ആകുലങ്ങൾ വർദ്ധിക്കും തോറും നിങ്ങൾ ടെൻഷൻ വർദ്ധിക്കും തോറും നിങ്ങളുടെ പ്രഷർ വർദ്ധിക്കുന്നു, ശരീരത്തിൽ രോഗം വരുന്നു, നിങ്ങൾ ചിലപ്പോഴെല്ലാം നിരാശപ്പെട്ടു പോകുന്നു, പലപ്പോഴും നിങ്ങളുടെ ശരീരം തളർന്നു പോകുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നതായ ആളുകൾ, കഷ്ടപ്പെടുന്നതായ ആളുകൾ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന ആളുകൾ അധികം പേരും കഷ്ടപ്പെടുന്നവരാണ്, പാവങ്ങളാണ്, ജീവിതത്തിൽ യാതനയേറ്റ് വലയുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്, ജീവിതത്തിലെ ദുരിതങ്ങളേറ്റ് പിടയുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആശ്വാസദായകനായ യേശുക്രിസ്തുവിൻ്റെ അരുമകരത്തിൻ്റെ സ്പർശനമേറ്റ് നിങ്ങൾ പലരും പുളകം കൊള്ളുന്നവരുമാണ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ കരസ്പർശമേറ്റ് നിങ്ങൾ പലരും ആശ്വാസം കൊള്ളുന്നവരാണ്. യേശുക്രിസ്തുവിൻ്റെ കരത്തിൻ്റെ തലോടലേറ്റ് നിങ്ങൾ പലരും സമാധാനം അനുഭവിക്കുന്നവരാണ്. യേശുക്രിസ്തുവിൻ്റെ കരത്തിലുള്ളതായ ആ തിരുരക്തവും തൊടുമ്പോൾ നിങ്ങളുടെ പാവങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കറകളെല്ലാം മാറിപ്പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളും തിന്മകളും എല്ലാം ദൂരീകൃതമാവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ എല്ലാ അശുദ്ധിയും നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയാണ്. നിങ്ങൾ സൗഭാഗ്യം അനുഭവിക്കുകയാണ്, നിങ്ങൾ സന്തോഷം അനുഭവിക്കുകയാണ്. യേശുക്രിസ്തുവിന് സഹിത്വം നിങ്ങൾ കിട്ടുകയാണ്. നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ക്രിസ്തുവിനെ നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങളിത് അനുഭവിച്ച് കഴിയുമ്പോഴാണ് സ്തുതി നിങ്ങളിൽ നിന്ന് ഉയരുന്നത്, നന്ദി നിങ്ങളിൽ നിന്ന് ഉയരുന്നത്. എൻ്റെ കർത്താവ്, എത്രയോ കാലം ഞാൻ ആശ്വാസമില്ലാതെ വലഞ്ഞവനാണ്, എത്രയോ കാലം ദുഃഖിതനായി അഴന്നവളാണ്, എത്രയോ കാലം ഏകാന്തതയിൽ വലഞ്ഞവനാണ്. എൻ്റെ കർത്താവെ, ആരുമില്ലല്ലോ എന്നോർത്ത് കേണവനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ലല്ലോ, എനിക്ക് അപ്പനില്ലല്ലോ. എൻ്റെ ദൈവമേ, എനിക്ക് ആരുമില്ലല്ലോ തുണയായിട്ട്, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ. കരഞ്ഞവരാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എൻ്റെ അമ്മ നേരത്തെ മരിച്ചു പോയല്ലോ, ഞാനിന്ന് ഒറ്റപ്പെട്ടു പോയല്ലോ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കൊരു അമ്മയില്ലല്ലോ. എൻ്റെ വിഷമം കണ്ട് എന്നോട് സഹതപിക്കാൻ എനിക്കൊരു അമ്മയില്ലല്ലോ. മനസ്സ് നൊന്തവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, എൻ്റെ ഭർത്താവ് നേരത്തെ അക്കരയ്ക്ക് പോയല്ലോ, അദ്ദേഹം വിശ്രമത്തിനായി പോയല്ലോ, അന്തിമ വിശ്രമത്തിനായി അദ്ദേഹം പോയി, എനിക്കോ വിശ്രമമില്ലല്ലോ. എൻ്റെ കർത്താവെ, കുടുംബഭാരം മുഴുവൻ ഞാൻ നോക്കണമല്ലോ. ഈ പാവം സ്ത്രീയായ എനിക്ക് എൻ്റെ ഭർത്താവ് പോയതിന് ശേഷം എന്തുമാത്രം ചുമടുകളാണുള്ളത്, എന്തെല്ലാമാണ് നേരിടേണ്ടി വരുന്നത്. എൻ്റെ കർത്താവെ, എനിക്ക് വയ്യ കർത്താവെ, ഞാനും അങ്ങ് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇങ്ങനെ നിരാശയോടെ വാക്കുകൾ പറയുന്നവർ അല്ല ചിന്തിക്കുന്നവരില്ലയോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇങ്ങനെയാണ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ നോക്കുമോ? നിങ്ങളുടെ അധ്വാന ഭാരങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമോ? ദൈവത്തിന് സ്തോത്രം. കുരിശ് ചുമന്നു വലഞ്ഞവൻ നിങ്ങളുടെ അരികത്ത് നിൽക്കുകയാണ്. കുരിശും പേറി വലഞ്ഞവൻ. ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായിലേക്ക് കുരിശും പേറി പോയവൻ, അവൻ പോകുമ്പോൾ കാല ഇടറുന്നുണ്ട്. ആ ഭാരമേറിയ കുരിശ് ഒരു മനുഷ്യ താങ്ങാവുന്നതിലും അപ്പുറമുള്ള ഭാരമേറിയ കുരിശാണ് യേശുവിന് ചുമലിലേക്ക് അവർ വെച്ച് കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് ചേർന്നാണ് ആ കുരിശ് വെച്ച് കൊടുത്തത്? യേശുവിനോട് പറഞ്ഞു, നടന്നു കൊള്ളാൻ പറഞ്ഞു. യേശു വെച്ച് നടക്കുകയാണ്. ഇടയ്ക്ക് ഗോകുൽത്തായിലേക്കുള്ള ഒന്ന് കയറുമ്പോൾ യേശുവിൻ്റെ ആ മുട്ട് മടങ്ങിപ്പോകുന്നു. ഉടനെ ചാട്ടവാറ് പുറത്ത് വന്ന് ആഞ്ഞു വീഴുന്നു. ശരീരത്തിൽ നിന്ന് മാംസവും കൂടി പിച്ച് ചീന്തിക്കൊണ്ട് ആ ചാട്ടവാറിൻ്റെ അറ്റത്തുള്ള കൊരുത്ത് വെച്ചിരിക്കുന്നതായി ചൂണ്ടക്കൊളുത്ത് പോലുള്ളതായ ആണികൾ ശരീരത്തിൽ നിന്ന് രക്തവും മാംസവും കൂടി പറിച്ച് കീറിക്കൊണ്ട് വീണ്ടും തിരിച്ചെടുക്കുന്നു. ശരീരം വീണ്ടും കീറുമ്പോൾ വേദനിച്ച് പൊളഞ്ഞുകൊണ്ട് കുരിശ് പിന്നെയും എടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഭാരം ചുമന്നു പോയ ക്രിസ്തു നിങ്ങളുടെ ഭാരം ഏറ്റെടുക്കാമെന്നാണ് പറഞ്ഞത്. 2000 വർഷം മുൻപ് കുരിശും പേറി പോയ രക്ഷകൻ ഇന്ന് നിങ്ങളുടെ അരികത്തേക്ക് വന്നുകൊണ്ട് പറയുന്നു, മോനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കുരിശ് വന്നത്. ഇന്നും നിൻ്റെ ഭാരങ്ങൾ ഞാൻ ചുമക്കാം. മോളെ, നീ ഭാരപ്പെടേണ്ട, നീ തനിയെ ചുമക്കണ്ട, ഞാൻ ചുമക്കാം. നീ എന്നോട് ചേർന്ന് നടന്നാൽ മതി. നീ കയ്യും വീശി നടന്നുള്ളൂ, ഞാൻ ചുമന്നുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. നീ എൻ്റെ പിന്നാലെ വന്നാൽ മതി. നീ എന്നിൽ നിന്ന് മാറാതെ നിന്നാൽ മതി. ഞാൻ ചുമന്നുകൊള്ളാം. നിൻ്റെ ഭാരം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ ആ കുരിശ് വഹിച്ചത് അതിനു വേണ്ടിയാണ്. നിൻ്റെ ഭാരം ഏറ്റെടുക്കാനാണ് ഞാൻ കുരിശ് വന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ഒന്ന് ശാന്തമായി ധ്യാനിക്കൂ. അന്ന് യേശു വീണും വെച്ചും എഴുന്നേറ്റും യേശു നടന്നു നീങ്ങുമ്പോൾ യേശുവിൻ്റെ അരികത്തൂടെ ഒരാൾ ചേർന്ന് നടക്കുന്നു. ആരാണത്? അത് കുറേനക്കാരനായ ശീമോനാണ്. വയലിൽ നിന്ന് വരുന്നവനാണ്. ഒരു പാവം കർഷകനാണ്. വയലിൽ വേല ചെയ്യുന്നവനാണ്. അവൻ ലിബിയായിൽ നിന്ന് വന്നവനാണ്. ആഫ്രിക്കയുടെ വടക്കേ തീരത്തുള്ള ലിബിയായിൽ നിന്ന് കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിൽ നിന്ന് വന്നവനാണ്. അവൻ ആ നാട്ടിൽ നിന്ന് വന്നത് യെരൂശലേമിലെ പെരുന്നാൾ സംബന്ധിക്കാനാണ്. പെരുന്നാൾ സംബന്ധിക്കാൻ വന്നവൻ ഈ കാഴ്ച കണ്ടു.
എന്താണ് ഈ കാഴ്ച? ജനക്കൂട്ടം ഒരുമിച്ച് പോകുന്നു, പരസ്യമായി 3 പേരെ ഒരുമിച്ച് ക്രൂശിക്കുന്നു. ഒരു വലിയ കാഴ്ചയാണ്. ആളുകൾ അത്ഭുതത്തോടെ പിന്നാലെ നടക്കുന്നുണ്ട്. അനേകം പേര് രസിച്ച് ചിരിച്ച് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് നടക്കുന്നു. ചിലർ അവനെ തൂക്കുക എന്ന് അട്ടഹസിച്ചുകൊണ്ട് നടക്കുന്നു. ചിലർ വിമ്മി കരഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവനും ചേർന്ന് നടന്നു. ദൈവത്തിന് സ്തോത്രം. എന്ത് കുറ്റമാണ് ഇദ്ദേഹം ചെയ്തത്? അവന് മനസ്സിലായില്ല. ഇത്ര വലിയ ശിക്ഷ കിട്ടാൻ, ഇത്ര വലിയ മാരകമായ മരണം നേരിടാൻ, ഇത്രയും വേദനാകരമായ മരണം നേരിടാൻ എന്ത് കുറ്റമാണ് ഇയാൾ ചെയ്തത് എന്ന് മനസ്സിലാക്കാതെ ചേർന്ന് സഹതാപത്തോടെ നടക്കുന്നു. വേച്ച് വീഴുമ്പോൾ ശീമോനും ഉള്ളു പതറുന്നു, ഉള്ളു വേദനിക്കുന്നു. വേച്ച് വീണിട്ട് അടി കൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ശീമോൻ്റെ ഉള്ളത്തിലും അടി കൊള്ളുന്ന പ്രതീതി ഉണ്ടാകുന്നു. ശീമോൻ ചേർന്ന് നടന്നു. പടയാളികൾ പറഞ്ഞു, ഇത്ര വലിയ സഹതാപമാണെങ്കിൽ ഒന്ന് താങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞു. അവർക്ക് ഈ കാര്യം തീർത്തിട്ട് വേണമല്ലോ വീട്ടിൽ പോകാൻ. പടയാളികൾക്ക് യേശുവിനെ കുരിശിച്ചതിന് ശേഷം വേണമല്ലോ വീട്ടിൽ പോകാൻ. താമസിച്ചാൽ സമയം പോകുമല്ലോ. അവർക്കതേ കാര്യമുള്ളൂ. എങ്ങനെയും അവരുടെ ജോലി തീർക്കണം. ദൈവത്തിന് സ്തോത്രം. അവർ അന്നത്തെ ജോലി യേശുവിനെ ക്രൂശിക്കുക എന്നുള്ള ജോലിയാണ്. എങ്ങനെയും വേഗം പരിപാടി തീർക്കാനായിട്ട് നീ ഒന്ന് താങ്ങ് കൊടുക്കുമെന്ന് പറഞ്ഞു. കുറേനക്കാരനായ ശീമോൻ യേശുവിൻ്റെ കുരിശിൻ്റെ അറ്റം പയ്യെ ഒന്ന് താങ്ങിക്കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. യേശു തിരിഞ്ഞു നോക്കി, ആർദ്രതയോടെ ഒന്ന് പുഞ്ചിരിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുരിശിൻ്റെ അറ്റം താങ്ങിയതാരാണ്? എനിക്ക് ആശ്വാസം തന്നതാരാണ്? എനിക്കിറ്റ് തണുപ്പ് തന്നതാരാണ്? എൻ്റെ വേദനയിലും താങ്ങിയതാരാണ്? യേശു തിരിഞ്ഞു നോക്കി. യേശുവിൻ്റെ ഉള്ളം കുളിർത്തു. യേശുവിൻ്റെ ഉള്ളം തണുത്തു. യേശുവിൻ്റെ ഉള്ളം ആർദ്രമായി. യേശു ആശ്വാസത്തോടെ നോക്കി, ആർദ്രതയോടെ നോക്കി. യേശുവിൻ്റെ കണ്ണിൽ ആനന്ദവും ഒപ്പം സഹതാപവും നിറഞ്ഞു. യേശുവിൻ്റെ കണ്ണിൽ സന്തോഷവും ഒപ്പം ആശ്വാസവും നിറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു അവനെ നോക്കി. യേശുവിനെ ആർദ്രതയോടെ നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു. മതി ശീമോന്, മതി. എന്നെ യേശു നോക്കിയല്ലോ, ഈ പരിശുദ്ധ പുരുഷനെ നോക്കിയല്ലോ. ഞാൻ നോക്കിയിട്ട് ഇത്രയും സ്നേഹമുള്ള ഒരാളെ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ഇത്രയും കാരുണ്യവാനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കരുണയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നിരപരാധിയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. മുഖത്ത് നോക്കിയാലും അറിയാമല്ലോ, ആർക്കും അറിയാമല്ലോ, നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, വളരെ നിരപരാധിയായ ഒരു മനുഷ്യൻ. ആ ആളെ ഇങ്ങനെ കൊണ്ടുപോകുന്നല്ലോ. ശീമോൻ സഹതാപത്തോടെ ആ കുരിശിൽ താങ്ങി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ യേശു ചുമക്കുന്ന കുരിശിൻ്റെ ഒരറ്റം ശീമോൻ ചുമക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കാണുന്നൊരു കാഴ്ച പറയാം. എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ആ കുരിശിൽ യേശുവിൻ്റെ തോളിൽ നിന്നും ആ കവളത്തു നിന്നും ശിരസിലെ മുൾമുടി വെച്ച ശിരസിൽ നിന്നും എല്ലാ കവളത്തിൻ്റെ രോഗങ്ങൾ പിഴുതെടുത്ത ആ കവളത്തു നിന്നും ആ ശരീരത്തിലേറ്റ മുറിവുകളിൽ നിന്നെല്ലാം ഉള്ള രക്തം കുരിശിൽ കൂടി ഒലിച്ചൊലിച്ച് ഇറങ്ങി വരുന്നു. അതായത് ഒലിച്ചു വന്ന് ശീമോൻ്റെ ദേഹത്ത് തൊടുന്നു. ദൈവത്തിന് സ്തോത്രം. കുറ്റമില്ലാത്ത രക്തം ശീമോൻ്റെ ശരീരത്തിൽ തൊടുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇപ്പോൾ കർത്താവോട് പറയാം, കർത്താവേ, ഞാൻ കുരിശ് താങ്ങിക്കൊള്ളാം. ആ തിരുരക്തം ഒരു തുള്ളി എൻ്റെ ദേഹത്ത് തൊട്ടാൽ മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവേ. ആ തിരുരക്തം, പാവിയെ വീണ്ടെടുക്കുന്ന രക്തം, അശുദ്ധനെ ശുദ്ധനാക്കുന്ന രക്തം, എൻ്റെ കർത്താവേ, ഒരു തുള്ളി, ഒറ്റയ്ക്കൊരു തുള്ളി എൻ്റെ മേൽ വീണാൽ മതി. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ രോഗം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ബന്ധനങ്ങൾ അഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൈശാചിക ബാധകൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബദോഷങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മേലുള്ള ശാപങ്ങളെല്ലാം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നിൻ്റെ തിരുശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്നതായ ആ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ മേൽ തൊട്ടാൽ മതി. ദൈവത്തിന് സ്തോത്രം. ശീമോൻ്റെ ശരീരം പുളകം കൊണ്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ശീമോൻ അറിഞ്ഞില്ല, അവിടെയുള്ളവരാരും അറിഞ്ഞില്ല. അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശീമോൻ്റെ ആ കർഷക സ്ഥലത്തേക്ക്, കർഷകനായ ശീമോൻ്റെ വീട്ടിലെ, കുറേനക്കാരനായ ശീമോൻ്റെ വീട്ടിലേക്ക്, ആഫ്രിക്കയിലെ ലിബിയയിലേക്ക് ചെന്ന്, ദൈവത്തിന് സ്തോത്രം, ശീമോൻ്റെ ഭവനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകരുന്നത്. ദൈവത്തിന് സ്തോത്രം. ശീമോൻ്റെ, കുറേനക്കാരനായ ശീമോൻ്റെ ഭാര്യ പെട്ടെന്ന് അത്ഭുതകരമായൊരു സമാധാനം അനുഭവിക്കുന്നു. കുറേനക്കാരനായ ശീമോൻ്റെ മകൻ അലക്സാണ്ടർ പെട്ടെന്ന് ഒരു വലിയ ശാന്തി അനുഭവിക്കുന്നു. കുറേനക്കാരനായ ശീമോൻ്റെ മകൻ രൂഫോസ് പെട്ടെന്ന് ഒരു വലിയ സമാധാനം അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കുടുംബം രക്ഷിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. മകനെ, യേശുവിൻ്റെ കുരിശൊന്ന് ചുമക്കാൻ തയ്യാറായാൽ, യേശുവിൻ്റെ കുരിശൊന്ന് താങ്ങാൻ തയ്യാറായാൽ, നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കുടുംബത്തിൽ സ്വൈര്യം ഉണ്ടാകും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും ഇരച്ചു കയറി വരും. അത്ഭുതകരമായ ആനന്ദ
പ്രവാഹത്താൽ നിങ്ങളുടെ കുടുംബം കോരിത്തരിക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്ക് വിശ്രമം തരാൻ കുരിശിൽ മരിച്ച രക്ഷക, നിൻ്റെ കുരിശിൻ്റെ ചുവട്ടടിയിൽ ഞാൻ ഇതാ വന്നിരിക്കുന്നു. അതാ നിൻ്റെ കുരിശിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നതായ തിരക്തം ഒരു തുള്ളി എൻ്റെ നെറ്റിമേൽ പതിയണമേ, ഒരു തുള്ളി എൻ്റെ ശിരസിന്മേൽ പതിയണമേ, ഒരു തുള്ളി എൻ്റെ ശരീരത്തിൽ പതിയണമേ. അശുദ്ധി പറ്റിയ ശരീരമാണ്, ചീത്ത ചിന്തകളുള്ള ശിരസ്സാണ് കർത്താവേ. അരുതാത്തത് കണ്ട് രസിച്ച കണ്ണുകളാണ്, വേണ്ടാത്തത് കേട്ട കാതുകളാണ്, അരുതാത്തത് പറഞ്ഞ നാവാണ്, അരുതാത്തത് കുടിച്ച വായാണ് എൻ്റെ കർത്താവേ. അരുതാത്ത വഴിയിലൂടെ നടന്ന കാലുകളാണ്, തിന്മ പ്രവർത്തിച്ച കൈകളാണ്. ഈ ശരീരത്തിൽ നന്മയുടെ കണിക പോലും ഇല്ല കർത്താവേ. എന്നാൽ ഇപ്പോൾ നിൻ്റെ കൃപയാൽ എൻ്റെ മേൽ നിന്റെ തിരുരക്തം പുരട്ടി എന്നെ വിടുവിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. എന്നെ ശുദ്ധീകരിക്കുന്ന തിരുരക്തം, എന്നെ കഴുകുന്ന തിരുരക്തം, എന്നെ വീണ്ടെടുക്കുന്ന തിരുരക്തം, എൻ്റെ പാപക്കറകൾ കഴുകുന്ന തിരുരക്തം, എന്നെ വിശുദ്ധനാക്കുന്ന തിരുരക്തം ഇപ്പോൾ എൻ്റെ മേൽ തളിക്കണമേ. നാഥാ, ഞാൻ അനേകം തിന്മകൾ ചെയ്തവനാണ്. പുറത്തു പറയാൻ അറയ്ക്കുന്ന ലജ്ജാകരമായ കാര്യങ്ങളിൽ വീണുപോയവനാണ്, ലജ്ജാകരമായ കാര്യങ്ങൾ വീണു പോയവളാണ്. എന്നാൽ യേശുവേ, ഇപ്പോൾ നിന്റെ തിരുരക്തം എൻ്റെ മേൽ പതിച്ച് എന്നെ കഴുകി രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ പാപമലീമസമായ ജീവിതത്തിലേക്ക്, പാപപൂർണ്ണമായ ജീവിതത്തിലേക്ക്, പാപം ഭരിച്ച ജീവിതത്തിലേക്ക് യേശുവേ, നിന്റെ തിരുരക്തത്താൽ, നിന്റെ ജയമുള്ള സ്ലീബായാൽ അത്ഭുത കൃപയുടെ പ്രവാഹം നൽകണമേ. നിന്റെ തിരുരക്തത്തെ തളിക്കണമേ. യേശുവേ, നിന്റെ കുരിശിലെ വീണ്ടെടുപ്പിനാൽ എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. അതാ എന്നെ സത്യമാനസാന്തരത്തേക്ക് കൊണ്ടുവരണമേ. എനിക്ക് വിശ്രമം തരണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിനക്ക് വിശ്രമം വേണ്ടേ മോളെ? നിനക്ക് വിശ്രമം വേണ്ടേ? നിനക്ക് വിശ്രമസ്ഥലം ഞാൻ അന്വേഷിക്കുകയാണ്. നിനക്കൊരു വിശ്രമസ്ഥലം ഞാൻ അന്വേഷിക്കുകയാണ്. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിനക്ക് വിശ്രമം തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് കർത്താവ് വിശ്രമം തരികയാണ്. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലിക ജീവിതമാണ്. ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞ് ഒരു നിത്യവിശ്രമത്തിലേക്ക് നമുക്ക് പോകണം. ഒരു നിത്യവിശ്രമം, അത് സ്വർഗീയ പാർപ്പിടമാണ്. അവിടെ അല്ലലില്ല, അവിടെ അലട്ടലില്ല, അവിടെ വഴക്കില്ല, അവിടെ ശത്രുത്വമില്ല, അവിടെ വൈരാഗ്യമില്ല, അവിടെ കുത്തിത്തിരിപ്പില്ല, അവിടെ സ്നേഹം മാത്രം. സ്നേഹസാമ്രാജ്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടെ ചെല്ലണമെങ്കിൽ ഇവിടെ നമുക്ക് സ്വർഗത്തിലെ സ്നേഹം തുടങ്ങണം. ഇവിടെ നമുക്ക് സ്വർഗം തുടങ്ങണം. നമ്മുടെ ഹൃദയത്തിൽ സ്വർഗം തുടങ്ങണം, നമ്മുടെ കുടുംബത്തിൽ സ്വർഗം തുടങ്ങണം, നമ്മുടെ സമൂഹത്തിൽ സ്വർഗം തുടങ്ങണം. സ്വർഗം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങണം. നിങ്ങളെന്ത് പറയുന്നു? കർത്താവേ, എനിക്ക് സ്വർഗം തരാൻ നരകവേദന അനുഭവിച്ച രക്ഷക നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. എൻ്റെ നരകവേദന ഒഴിവാക്കാൻ എനിക്ക് വേണ്ടി വേദനയേറ്റ എൻ്റെ കർത്താവേ, എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. നിൻ്റെ ഈ പ്രിയ മക്കളെ തൊട്ടതിനായി സ്തോത്രം. കർത്താവെ, തിരക്കം തളിച്ചതിനായി സ്തോത്രം. കർത്താവെ, വിശ്രമം തരുന്നതിനായി സ്തോത്രം. വിശ്രമസ്ഥലം അന്വേഷിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവെ, ആശ്വാസം തരുന്നതിനായി സ്തോത്രം. എല്ലാ നന്മകൾക്കായും സ്തോത്രം. എൻ്റെ കർത്താവെ, നിത്യവിശ്രമത്തിൽ നിത്യസ്വർഗത്തിലെത്തിച്ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.